വീണ്ടും ഒരു നവംബർ മാസം. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മലയാളത്തിൻ്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറും ആക്ഷൻ ഹീറോയുമായിരുന്ന ജയൻ വിട പറഞ്ഞിട്ട് 4 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. അന്നും ഇന്നും എന്നും ജയൻ എന്ന നടൻ ബാക്കി വെച്ചിട്ട് പോയത് അഭിനയത്തിൻ്റെ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത സിംഹാസനം തന്നെയായിരുന്നു. കേരളീയത്തിൻ്റെ വേദിയിൽ കൈരളി തിയേറ്ററിൽ ജയൻ അവസാനമായി അഭിനയിച്ച കോളിളക്കം എന്ന ചിത്രം കൂടി പ്രദർശിപ്പിച്ചപ്പോൾ ജയൻ വീണ്ടും സംസാര വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം ചിത്രത്തിലേക്ക് വരാം. പിൽക്കാലത്തിലേക്ക് ചരിത്രം രചിച്ചുകൊണ്ട് കടന്നെത്തിയ പ്രതിഭകളുടെ ആദ്യകാല മാറ്റുരയ്ക്കൽ തന്നെയായിരുന്നു CV ഹരിഹരന്റെ രചനയിൽ PN സുന്ദരം സംവിധാനം ചെയ്ത കോളിളക്കം എന്ന ചിത്രം. അക്കാലത്ത് തന്നെ ജയൻ എന്ന നടൻ മലയാളി യുവത്വത്തിന്റെ ആവേശമായി മാറിക്കഴിഞ്ഞു. നോട്ടങ്ങളിലും ശരീരത്തിന്റെ ചലനങ്ങളിലും യുവാക്കൾക്ക് ഒരു റോൾ മോഡലായി മാറാൻ ജയൻ എന്ന നടന് കഴിഞ്ഞു. അതിസാഹസികമായ ആക്ഷൻ രംഗങ്ങൾ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റിയിരുന്നു എന്ന് തന്നെ പറയാം. ശരപഞ്ചരത്തിൽ നിന്നും കോളിളക്കത്തിലേക്ക് എത്തുമ്പോൾ ജയൻ എന്ന നടൻ മലയാളി പുരുഷത്വത്തിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞു. ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇതിഹാസ സമാനരായ പ്രതിഭകളുടെ വിളയാട്ടം തന്നെയായിരുന്നു കോളിളക്കത്തിന്റെ പ്രത്യേകത. മലയാള ചലച്ചിത്രത്തിന്റെ കാരണവർ മധു മുതൽ ഇന്ന് അവശതയുടെ വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന TP മാധവൻ വരെയുള്ള താരങ്ങളുടെ സജീവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ചിത്രത്തിലെ ഓരോ രംഗങ്ങളെയും സംഭവ വികാസങ്ങളെയും കോർത്തിണക്കിയിരിക്കുന്ന രീതികൾ കൊണ്ടും അതൊരു വ്യത്യസ്തമായ ചലച്ചിത്ര അനുഭവമായി മാറുന്നു. ഇന്നത്തെ യുവതലമുറയെ ഏറെ ത്രസിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള ആക്ഷൻ രംഗങ്ങളും മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള മനോസംഘർഷങ്ങളും ചിത്രത്തിൽ വളരെ ഭംഗിയായി നിലനിർത്താൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച ജീവിതം സ്വപ്നം കണ്ട ഒരു കുടുംബത്തിന് സംഭവിക്കുന്ന തകർച്ച, ആ തകർച്ചയുടെ ബാക്കിപത്രം എന്ന നിലയിൽ അന്യോന്യം നഷ്ടപ്പെടേണ്ടി വരുന്ന സഹോദരങ്ങൾ, അങ്ങനെ ആദ്യം വില്ലന്മാരായ സാഹചര്യങ്ങളെയാണ് ചലച്ചിത്രകാരൻ അവതരിപ്പിക്കുന്നത്. സാഹചര്യങ്ങളോട് പടവെട്ടി ഒടുവിൽ ജീവിതത്തിന്റെ ഒരു കോണിൽ എത്തിപ്പെടുമ്പോൾ പരസ്പരം തിരിച്ചറിയുകയും പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഒരു പൊതുശത്രുവിനെ ഇല്ലാതാക്കേണ്ടിയും വരുന്ന കുടുംബ ബന്ധത്തിന്റെ കഥയാണ് കോളിളക്കം. കഥാപാത്ര സൃഷ്ടിയിലും കഥാപാത്രങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ മുനമ്പുകളിൽ പോലും ഉദ്വേഗം ആദ്യന്തം കാത്തു സൂക്ഷിക്കാൻ സംവിധായകൻ PN സുന്ദരത്തിന് കഴിഞ്ഞു. ജയൻ, MG സോമൻ, സുകുമാരൻ എന്നിവരാണ് സഹോദരങ്ങളുടെ വേഷത്തിലെത്തുന്നത്. ഇവരുടെ അച്ഛനായി മധുവും അമ്മയായി KR വിജയുമാണ് വേഷമിട്ടിരിക്കുന്നത്. ജയനെ പരിചയപ്പെടുത്തുന്നത് ഒരു പാട്ടിന്റെ അകമ്പടിയോടെയാണ്. ചിരിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് കോട്ടിട്ട് സുന്ദരനായി എത്തുന്ന ജയനെ മറക്കാൻ ഇന്നത്തെ യുവാക്കൾക്ക് പോലും കഴിയില്ല. അത്ര മനോഹരമായിട്ടായിരുന്നു ജയൻ തിരശ്ശീലയിലേക്ക് എത്തുന്നത്. ഇപ്പോഴും ആരാധകരെ നിലനിർത്താൻ 40 വർഷങ്ങൾക്കിപ്പുറവും ജയന് കഴിയുന്നു. മലയാളികൾ ഒന്നിറങ്ങി യൂട്യൂബിലേറെ തിരഞ്ഞതും കോളിളക്കം എന്ന ചിത്രത്തിലെ അവസാനത്തെ ആക്ഷൻ രംഗം തന്നെയായിരിക്കും. 3 തവണ ചിത്രീകരിക്കുകയും സംവിധായകന് ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്ത ആ രംഗം ജയൻ എന്ന നടന്റെ നിർബന്ധത്തിന് വഴങ്ങി PN സുന്ദരം വീണ്ടും ചിത്രീകരിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. അവിടെയായിരുന്നു ഒരു ഇതിഹാസം മലയാളിക്ക് നഷ്ടമായത്. അതിഭീകരമായ ഒരു ആക്ഷൻ രംഗം, അർപ്പണ മനോഭാവത്തിന്റെ മൂർത്തിഭാവമായ ജയൻ ഡ്യൂപ്പില്ലാതെയാണ് അത് അത്രയും ചെയ്തു തീർത്ത് കടന്നുപോയി. വില്ലനായ ബാലൻ K നായർ ഇരിക്കുന്ന ഹെലികോപ്റ്ററിലേക്ക് ജയൻ കയറുന്നതായിരുന്നു രംഗം. ബാലൻ K നായർ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രത്തെ ഹെലികോപ്റ്ററിൽ നിന്ന് വലിച്ച് താഴേക്കിട്ട ശേഷം പിന്നീട് ചിത്രത്തിന്റെ അവസാനം കാണുന്നത് ക്യാമറയുടെ പരിധിയിൽ നിന്ന് നിയന്ത്രണം തെറ്റിയ ഹെലികോപ്റ്റർ പറന്ന് അകലുന്നതാണ്. നിയന്ത്രണം തെറ്റിയ ഹെലികോപ്റ്റർ തറയിലിടിച്ചു തകർന്നു, കത്തി നശിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ജയനെ അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഷോലാവാരത്ത് വെച്ചായിരുന്നു ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത്. മലയാള ചലച്ചിത്ര ലോകത്തിന് തീരാനഷ്ടം നൽകിക്കൊണ്ടാണ് ആ ദിവസവും കടന്നുപോയത്. സംഭവത്തെക്കുറിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ പുഷ്പക ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹെലികോപ്റ്ററായിരുന്നു അപകടത്തിൽപ്പെട്ടത് എന്ന് കണ്ടെത്തുകയും വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകുകയുമുണ്ടായി. അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഹെലികോപ്റ്ററിൽ ആകെ യാത്രക്കാരായി ഉണ്ടായിരുന്നത് 2 പേരായിരുന്നു. ഇതിനിടയിലാണ് ജയൻ ബൈക്കിൽ നിന്ന് ഹെലികോപ്റ്ററിന്റെ സ്കിഡിലേക്ക് കയറിയത്. ഭാരം ഒരു വശത്തേക്കായി കേന്ദ്രീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അതിന്റെ നിയന്ത്രണം നഷ്ടമായത് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ഹെലികോപ്റ്ററിനുള്ളിൽ ഉണ്ടായിരുന്ന ബാലൻ K നായരും പൈലറ്റ് സമ്പത്തും വശങ്ങളിലൂടെ പുറത്തേക്ക് വീഴുകയായിരുന്നു. അവർക്ക് പരിക്കേറ്റു എന്നും DGCAയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അല്ലാതെ ഹെലികോപ്റ്ററിന് യാതൊരു യന്ത്ര തകരാറും സംഭവിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഹെലികോപ്റ്റർ ടൈപ്പ് ബെൽ ഹെലികോപ്റ്റർ 47G5 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ VTEAO എന്നും റിപ്പോർട്ടിൽ കാണാം. പിന്നെ അപകടം നടന്ന തീയതിയും സമയവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തിന് ശേഷമുള്ള ഹെലികോപ്റ്ററിൻ്റെ അവസ്ഥയും
റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെയാണ്: പൂർണ്ണമായി തകർന്നു എന്നാണ്. അതേസമയം പിന്നീട് ഇതേ രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഹെലികോപ്റ്റർ വീണ്ടും അപകടത്തിൽപ്പെട്ടതായി DGCAയുടെ റിപ്പോർട്ട് കാണാൻ കഴിയും. എറണാകുളം ജില്ലയിലെ കല്ലാല എന്ന സ്ഥലത്ത് റബ്ബർ പ്ലാന്റേഷനിൽ ഉപയോഗിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗണ്യമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അപകടത്തിൽ പൈലറ്റ് കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇതിൽ അപകടത്തിന്റെ കാരണമായി എഞ്ചിൻ തകരാറാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രണ്ട് റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ ദുരൂഹതയുള്ളതായിട്ടാണ് ഏവിയേഷൻ വിദഗ്ധർ പോലും അവകാശപ്പെടുന്നത്. ഒന്നാലോചിച്ചാൽ 3 തവണ ആയ ഒരു രംഗം റീഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് ഈ അപകടം എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ റിപ്പോർട്ട് പറയുന്നത് പോലെ സ്കിഡിൽ ജയൻ തൂങ്ങിക്കിടന്നപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി നഷ്ടമായതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ്. 3 തവണ ഈ രംഗം ചിത്രീകരിച്ചപ്പോഴും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യവും ഈ റിപ്പോർട്ട് ഉയർത്തുന്നു. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം എന്ത് ചിന്തിച്ചാലും മലയാളിക്ക് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന വേഷങ്ങൾ സമ്മാനിച്ച ജയന്റെ നഷ്ടം എക്കാലവും മലയാള സിനിമയ്ക്ക് വേദന തന്നെയാണ്.